ിലേക്ക് സ്വാഗതം. ITI ഡിപ്ലോമ BTech ഇലക്ട്രിക്കൽ കോഴ്സ് പാസ്സായവർക്ക് സർക്കാർ ജോലി നേടാം. കേരള PSCയുടെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശദ വിവരങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് 641/2023 മുതൽ 674/2023 അപ്പോൾ അതേപോലെ വകുപ്പ് വരുന്നത് വ്യാവസായിക പരിശീലനം ITIകളിൽ ആണ് ജോലി അവസരമുള്ളത്. ഉദ്യോഗ പേര് വരുന്നത് ജൂനിയർ ഇൻസ്ട്രക്ടർ. വിവിധ ട്രേഡുകളിൽ നമുക്ക് അപേക്ഷ നൽകാനായിട്ട് സാധിക്കും. അപ്പോൾ അതിൻ്റെ സാലറി സ്കെയിൽ വരുന്നത് 37,400 രൂപ മുതൽ 79,000 രൂപയാണ്. അപ്പോൾ പല ട്രേഡുകളിലുള്ള ആളുകൾക്ക് അപേക്ഷ നൽകാനായിട്ട് സാധിക്കും. സിവിലും ഇലക്ട്രിക്കലും മെക്കാനിക്കൽ ട്രേഡുകളിലുള്ള ആളുകൾക്ക് അപേക്ഷ നൽകാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്ക് അവരുടെ പ്രൊഫൈൽ ലോഗിൻ ചെയ്തതിന് ശേഷം പരിശോധിക്കുക. ലിഫ്റ്റ്, എസ്കലേറ്റർ മെക്കാനിക്ക്, അപ്പോൾ അതേപോലെ തന്നെ ഇലക്ട്രീഷ്യൻ, വയർമാൻ എന്നിങ്ങനെയുള്ള ട്രേഡുകൾ നമുക്ക് അപേക്ഷ നൽകാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇലക്ട്രീഷ്യൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത് 672/2023 5 വേക്കൻസികളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ വർഷങ്ങളിൽ വേക്കൻസി തീർച്ചയായിട്ടും ഉയരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ അടുത്ത് വരുന്നത് 673/2023 വയർമാൻ ട്രേഡാണ് വരുന്നത്. 8 വേക്കൻസികളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ വരുന്ന വർഷങ്ങളിൽ വേക്കൻസി എന്തായാലും ഉയരാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഉയരുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ നിയമന രീതി നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി വരുന്നത് 19 വയസ്സ് മുതൽ 44 വയസ്സ് വരെയുള്ള ആളുകൾക്ക് അപേക്ഷ നൽകാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അതേപോലെ തന്നെ അതിൻ്റെ യോഗ്യതകൾ എന്താണെന്ന് പരിശോധിക്കുക. SLC അഥവാ തുല്യമായ യോഗ്യത ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷം 3 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള ആളുകൾക്ക് അപേക്ഷ കൊടുക്കാം. അതേപോലെ മറ്റൊന്ന് നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ലഭിച്ചതിന് ശേഷം 1 വർഷത്തെ പ്രവൃത്തി പരിചയവും. ഇനി അതും അല്ലെങ്കിൽ ഗവൺമെൻറ് അംഗീകൃത പോളിടെക്നിക്കിൽ നിന്നും അനുയോജ്യമായ എഞ്ചിനീയറിംഗ് ശാഖയിൽ നേടിയ ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത നേടിയവർക്കും അപേക്ഷ നൽകാനായിട്ട് സാധിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷ നൽകേണ്ടത്. കേരള PSC പ്രൊഫൈലിൽ ലോഗിൻ ചെയ്തതിന് ശേഷം വേണം അപേക്ഷ നൽകേണ്ടത്. അപ്പോൾ അതേപോലെ തന്നെ എക്സ്പീരിയൻസ് കാണിക്കുന്ന ആളുകൾ അതിന് എക്സ്പീരിയൻസിന് മാതൃക വരുന്നുണ്ട്. ഈ രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് കൂടി അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ അതേപോലെ 1 ടൈം വെരിഫിക്കേഷൻ കഴിഞ്ഞതിന് ശേഷം അപേക്ഷ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി വരുന്നത് 31/1/2024 അപ്പോൾ പെട്ടെന്ന് തന്നെ അപേക്ഷ കൊടുക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക.